ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ചിക്കൻ കൊണ്ട് നമുക്കൊരു കറി തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മല്ലിപ്പൊടി, ചിക്കൻ മസാല, തൈര് എന്നിവ ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മസാല വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളി എടുത്തിരിക്കുന്നത്. ഉരുളി ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളിയിലൊക്കെ ചിക്കൻ കറി വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. സവാള ഒന്ന് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്നൊക്കെ വെച്ചാൽ സവാള ഒക്കെ നല്ലപോലെ വഴണ്ടി വരണേണ് കേട്ടോ. സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നമുക്ക് നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. തക്കാളി ആ മസാലയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അതേ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ എല്ലാത്തിലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സാക്കി ഒരു മസാല രൂപത്തിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതപ്പോൾ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കായം പരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയാൽ മതി കേട്ടോ. കാരണം കറിയിൽ ഇട്ടിട്ട് കുറച്ച് നേരം ആ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ. അപ്പോൾ അതിനായിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അതൊന്ന് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില ഒക്കെ ഒന്ന് മേലൊന്ന് ജസ്റ്റ് വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ച ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.